വിജയ, നീ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങും? നമ്മുടെ അന്ത്യം അടുത്തോ എന്നൊരു ഭീതി. നീയല്ലേ പറഞ്ഞത് CID ജോലി വളരെ സുഖമുള്ള ഏർപ്പാടാണെന്ന്? ഇത്രയും അപകടം പുറകിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ? സർക്കിള് പറഞ്ഞത് നേരാ. CIDകൾ ഒരിക്കലും പരസ്യമായ അന്വേഷണത്തിന് ഇറങ്ങരുത്. അക്കാര്യം ഞാനും ആലോചിക്കാതിരുന്നില്ല. റോഡിൽ വെച്ചൊരു തടിയനെ പിന്തുടരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവനെ ഉടനെ കണ്ടുപിടിക്കണം. കൊല്ലുമെന്ന് റെസ്റ്റോറന്റ് വെച്ച് അവൻ പറയുന്ന ഞാൻ കേട്ടതാ. ഓഹോ, കൈവിട്ടുപോയി. കൈവിട്ടു പോട്ടെ, നമുക്ക് മദുരാശിയിലേക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിയാൽ എവിടം വരെ ഓടും? ഈ കേസ് അല്ലെങ്കിൽ മറ്റൊരു കേസ് അന്വേഷിച്ചല്ലേ പറ്റൂ. നമ്മുടെ ജോലി ഇതായി പോയില്ലേ? ഈ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. വിജയ, നിന്റെ കരിനാക്ക് പുറത്തെടുക്കാതെ. പട്ടിണിയും പരിവട്ടമൊന്നും നിനക്ക് മതിയായില്ലേ? തെണ്ടി തെണ്ടി കൂമ്പ് കരിയാറായപ്പോ ഒരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കാനോ? CIDകൾ വേഷം മാറി വേണം അന്വേഷണം നടത്തേണ്ടത് എന്ന തത്വം ഞാൻ മനസ്സിലാക്കുന്നു. ആ തടിയൻ തന്നെയാണ് നേതാവ്. അവനെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും നമുക്കറിയണം. നമുക്ക് വേഷപ്രച്ഛന്നരാകാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വേഷപ്രച്ഛന്ന മത്സരത്തിന് എനിക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്നാ പേടിക്കാനേ ഇല്ല. നമുക്ക് മതം മാറാം. അയ്യോ, എന്തിന്? താടിയും തുപ്പിയും വെച്ച് കുട നന്നാക്കുന്ന മുസ്ലിങ്ങളാകാം. കുട നന്നാക്കാനുണ്ടോ എന്നൊന്ന് വിളിച്ചേ. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ട്. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ട്. എന്താ കേറണോ? പിന്നെ കേറാതെ. തടിയനില്ലാത്ത സ്ഥലമാണെങ്കിൽ വെറുതെ സമയം കളയലാവില്ലേ? നമുക്ക് തടിയനെ പറ്റി ആ തള്ളിയോട് വിശദമായൊന്ന് അന്വേഷിച്ച് നോക്കാലോ. കുട നന്നാക്കേണ്ടി വന്നാൽ നന്നാക്കന്നെ. നീ നന്നാക്കൂ. ഇതൊക്കെ നിന്റെ ഐഡിയ അല്ലേ? നീ ഒന്ന് നന്നാക്കി നോക്ക്. തയ്ക്കാനെ പറ്റാണെങ്കിൽ പ്രശ്നമില്ല. നന്നാക്കണ്ട, കൊടയും കിടക്കി. നാട്ടിലില്ലാത്ത കൂലിയൊന്നും ചോദിക്കരുത്. കൂലി പ്രശ്നമല്ല, നിങ്ങൾ കൊടയും കിടക്കി. ഒടുക്കം വക്കാണത്തിനൊന്നും വയ്യ പറഞ്ഞേക്കാം.